കോട്ടയത്ത് തുഷാർ വെള്ളാപ്പള്ളിയെ കാലുവാരി ബി.ജെ.പി. എല്ലായിടത്തും ബി.ജെ.പിക്ക് ഉണ്ടായ മുന്നേറ്റം കോട്ടയത്ത് ഉണ്ടായില്ല. ബി.ജെ.പി വോട്ടുകൾ കാര്യമായി ലഭിച്ചില്ലെന്ന് ബി.ഡി.ജെ.എസിന്റെ വിലയിരുത്തൽ. സനോജ് കോട്ടയത്ത് നിന്ന് ചേരുന്നുണ്ട്. സനോജ്, പലയിടങ്ങളിലും ബി.ജെ.പിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയ ഒരു അല്ലെങ്കിൽ ബി.ജെ.പിക്ക് മുന്നേറ്റം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്, വോട്ടുകൾ കൂടിയിട്ടുണ്ട്. പക്ഷേ കോട്ടയത്ത് ആ രീതിയിൽ മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടില്ല എന്നാണോ ഇപ്പോൾ ബി.ഡി.ജെ.എസ് പരാതി പറയുന്നത്? അവരുടെ വിലയിരുത്തൽ എന്താണ്? തീർച്ചയായിട്ടും മനു, വലിയ പ്രതീക്ഷയായിരുന്നു കോട്ടയത്ത് മത്സരിക്കാനെത്തുമ്പോൾ തുഷാർ വെള്ളാപ്പള്ളിക്കുണ്ടായിരുന്നത്. ആ പ്രതീക്ഷയ്ക്ക് കാരണം SNDP വോട്ടുകൾ, 4 ലക്ഷത്തിന് മുകളിൽ വരുന്ന SNDP വോട്ടുകൾക്കൊപ്പം BJP വോട്ടുകൾ കൂടി ലഭിച്ചാൽ വിജയിക്കാൻ കഴിയുമെന്നൊക്കെയുള്ള ഒരു അമിതമായ ആത്മവിശ്വാസം ആദ്യഘട്ടത്തിൽ തുഷാർ വെള്ളാപ്പള്ളി പ്രകടിപ്പിച്ചിരുന്നു. എന്നാൽ പിന്നീട് ഇലക്ഷൻ പ്രചരണ രംഗത്ത് ശക്തമായ പ്രചരണ പരിപാടിയുമായി മുന്നോട്ട് പോകുന്നതിനിടയിൽ 2.5 ലക്ഷത്തിന് മുകളിൽ വോട്ട്, 2.5 ലക്ഷത്തിനും 3 ലക്ഷത്തിനും ഇടയിൽ വോട്ട് സമ്പാദിക്കാൻ കഴിയുമെന്നുള്ള ഒരു പ്രതീക്ഷയാണ് തുഷാർ വെള്ളാപ്പള്ളിക്കും BJPക്കും ഉണ്ടായിരുന്നത്. എന്നാൽ ആ പ്രതീക്ഷകളൊക്കെ അസ്ഥാനത്താക്കിക്കൊണ്ടാണ് ഇപ്പോൾ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തു വന്നിട്ടുള്ളത്. കോട്ടയത്ത് ഏകദേശം 1,63,000 പരം വോട്ടുകൾ മാത്രമാണ് തുഷാർ വെള്ളാപ്പള്ളിക്ക് നേടാനായത്. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ പി.സി. തോമസ് NDAയുടെ സ്ഥാനാർത്ഥിയായി മത്സരിക്കുമ്പോൾ 1,55,000 പരം വോട്ടുകളാണ് പി.സി. തോമസിന് നേടാനായത്. BJPയുടെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം മത്സരിച്ചത്. എന്നാൽ ഇത്തവണ അത്തരത്തിലുള്ള ഒരു മുന്നേറ്റം കോട്ടയത്ത് BDJS ഉണ്ടായില്ല എന്നുള്ളതാണ്. പ്രത്യേകിച്ച് പല മണ്ഡലങ്ങളിലും, കേരളത്തിലെ 20 മണ്ഡലങ്ങൾ എടുക്കുകയാണെങ്കിൽ എല്ലാ ഇടങ്ങളിലും BJPക്ക് ശക്തമായ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളതാണ് വോട്ടിംഗ് നില നൽകുന്ന സൂചന. എന്നാൽ BDJS മത്സരിച്ച കോട്ടയത്തും കാര്യമായ മുന്നേറ്റം നടത്താൻ കഴിഞ്ഞില്ല. മാത്രമല്ല, BDJSന്റെ മറ്റൊരു സ്ഥാനാർത്ഥി മത്സരിച്ച ചാലക്കുടി മണ്ഡലത്തിലാണ് NDAക്ക് ഏറ്റവും കുറവ് വോട്ട് ലഭിച്ച മണ്ഡലം എന്ന പ്രത്യേകത കൂടിയുണ്ട്. കാരണം ഒരു വോട്ട് പോലും വർദ്ധിക്കാത്ത ഒരു മണ്ഡലം ചാലക്കുടിയാണ്. അവിടെയും BDJSന്റെ സ്ഥാനാർത്ഥിയായിരുന്നു. BDJS സ്ഥാനാർത്ഥികളെ തെരഞ്ഞുപിടിച്ച് കാലുവാരി എന്നുള്ള ഒരു വികാരം ഇപ്പോൾ തുഷാർ വെള്ളാപ്പള്ളി ഉൾപ്പെടെയുള്ള ആളുകൾക്കുണ്ട്. എന്നാൽ അവർ പരസ്യ പ്രതികരണവുമായി രംഗത്ത് വന്നിട്ടില്ല. വരും മണിക്കൂറിൽ അത്തരത്തിലുള്ള പ്രതികരണവുമായി രംഗത്ത് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരുപക്ഷെ BJP ദേശീയ നേതൃത്വത്തിന് പരാതി ഉൾപ്പെടെ നൽകാനുള്ള തയ്യാറെടുപ്പിലാണ് BDJS എന്ന് മനസ്സിലാക്കുന്നത്. എന്തായാലും തുഷാർ വെള്ളാപ്പള്ളിക്ക് പ്രതീക്ഷിച്ച നേട്ടം ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കോട്ടയത്തെ വോട്ടിംഗ് നൽകുന്ന വിവരം. മനു, ശരി. സനോജ് കോട്ടയത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്.